ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന്. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ ആവശ്യമില്ലാത്തതിനെ നിങ്ങൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതി. നമുക്ക് വേണ്ടാത്തതായ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിലേക്ക് വലിച്ച് അടുപ്പിച്ചു വെക്കും. എന്തിനാണ്? അത് നിമിത്തം നമ്മൾ വീണ്ടും വിഷമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകെട്ടുകൾ, നല്ലതുപോലെ കർമ്മ അനുഭവിക്കുന്ന ചിലരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അവരുടേതായ വിഷമങ്ങളും കൂടെ നമ്മൾ ഏറ്റുപിടിച്ചിട്ട് നമ്മളും കൂടെ അത് അനുഭവിക്കുന്ന ഒരവസ്ഥ, നമ്മുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ആവശ്യമില്ലാത്തതിനെല്ലാം ഇവിടെ 8 കപ്സിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. കണ്ടല്ലോ, 8 വാട്ടർ എന്ന് പറയുന്നതാണ് കപ്പ് എനർജിയാണ്. അപ്പോൾ കപ്പിന്റെ എനർജിയിൽ ഇവിടെ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ സന്തോഷങ്ങൾ. കപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇമോഷൻസ് അല്ലേ? അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇമോഷൻസിനെയും മറ്റ് പല വിധത്തിലുള്ള ഭൗതിക സന്തോഷങ്ങളെയും പല വിധത്തിലുള്ള എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്നു എന്നല്ല നമ്മൾ അർത്ഥമാക്കേണ്ടത് കേട്ടോ. പല കാര്യങ്ങളെയും ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കും. മനസ്സിലാവും? ഒന്നുമില്ല, ആവശ്യമില്ലാത്തതിനെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് നമുക്ക് ഇനി അത് വേണ്ട. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ, മറ്റ് പല വിധത്തിലുമുള്ളത് ഉണ്ടോ, നിങ്ങളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ളത്, നിങ്ങൾക്ക് വിഷമം തരുന്നത്, മനസ്സിന് നിങ്ങൾക്ക് ഒരു സമാധാനവും ഇല്ലാത്ത ചില കൂട്ടുകെട്ടുകളോ ഫ്രണ്ട്ഷിപ്പുകൾ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒത്തൊരുമിച്ച് പോകാൻ പറ്റുന്നതാണെങ്കിൽ പോകണം. ഇല്ല, പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്നും നിങ്ങൾക്കത് വിഷമമാണ്, ദുഃഖമാണ് നിങ്ങൾക്ക് തരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. വീണ്ടും കടിച്ചു തൂങ്ങി അതിൽ കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ വിട്ടു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലായിട്ടൊരു വേയിലൂടെ തീർച്ചയായിട്ടും ആത്മീയപരമായ ഒരു ഉണർവിലേക്ക് നിങ്ങൾ വരാനുള്ള സാധ്യതയാണ്. അവിടെയാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളെല്ലാം കൂടെ ഏറ്റെടുത്ത് വെക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ കർമ്മ അനുഭവിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ദൈവമേ, ഞാനിതെന്താണ് അനുഭവിക്കുന്നത്, എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും ദുഃഖം എന്ന് സ്വയം തോന്നിക്കുന്ന അല്ലെങ്കിൽ സ്വയം ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്കിത് ആവശ്യമില്ല എന്ന് വിചാരിച്ച് തീർച്ചയായിട്ടും മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഇവിടെ എല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ആഗ്രഹ സഫലീകരണം നടക്കും. നമ്മുടെ മറ്റു പല ആഗ്രഹങ്ങളും സഫലമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മറ്റ് ചില ആഗ്രഹങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകും അല്ലേ? ദൈവാനുഗ്രഹം അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അതില്ലാതെ, അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ, ദൈവികമായ എനർജിയിലേക്ക് പോകാതെ, ആത്മീയപരമായ എനർജിയിലേക്ക് വരാതെ മറ്റു പല എനർജീസിലും, ബാഡായിട്ടുള്ള എനർജീസിൽ, ടോക്സിക് ആയിട്ടുള്ള എനർജീസിൽ കുടുങ്ങി കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ദൈവിക അനുഗ്രഹം വരില്ല. അപ്പോൾ അതിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള എനർജിയെ വിട്ടുപോകാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ പലരും വിചാരിക്കുന്നുണ്ടാവാം, എനിക്കിത് വേണ്ട, എനിക്ക് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം, എൻ്റെ ജീവിതത്തിൽ ഒരു വിജയം കൊണ്ടുവരണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഒരു അത്തരത്തിലുള്ള ഉപേക്ഷിക്കൽ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതം സക്സസിലേക്ക് വരുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം.
അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 9 ഓഫ് വാട്ടറിന്റെ എനർജിയാണ്, 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. വീണ്ടും കപ്പ് എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ആഗ്രഹ സഫലീകരണമാണ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ 8 കപ്പുകളെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് അല്ല, 8 കപ്പുകളെ ഉപേക്ഷിച്ച് 8 എനർജീസിനെയാണ്, ഇത്തരത്തിലുള്ള ടോക്സിക് എനർജീസിനെയാണ് ഇവിടെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങളിൽ പലരും അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെയോ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞു നമുക്ക് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സക്സസിലേക്ക് വരാൻ പറ്റും. ഡിവൈൻ എനർജി, ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നു, ഡ്രീംസ്, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു. അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പിനെസ്സിലേക്ക് വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്സ്, 9 കപ്പുകളും ഉണ്ട്. ചിലപ്പോൾ വിവാഹം നടക്കുന്ന എനർജി ആകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജി, എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന എനർജി ആവാം. വീട്ടിലേക്ക്, പുതിയ വീട്ടിലുള്ള ഒരു എനർജി ഉണ്ടാവാം, പുതിയ വീട്ടിലേക്ക് പോകാനുള്ളത്. അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഇഷ്ടമുള്ള വ്യക്തികൾ വന്നു ചേരുന്ന നല്ലൊരു കൂട്ടുകെട്ടിലേക്ക്, നല്ലൊരു സമൃദ്ധിയിലേക്ക്, ഐശ്വര്യത്തിലേക്കും പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടെൻഷൻ എല്ലാം അകന്ന് ടോക്സിക് ആയിട്ടുള്ള എനർജീസിനെ എല്ലാം വിടുമ്പോഴെന്താണ് ഇവിടെ ടെൻഷൻ ഫ്രീ ആവുന്നു, മനസ്സിനൊന്ന് റിലാക്സേഷനിലേക്ക് വരികയാണ്. അപ്പോൾ സ്വയം ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചാരിയട്ടാണ്, കണ്ടില്ലേ, ജീവിത വിജയം. നിങ്ങൾക്കിവിടെ ജീവിതത്തിലെ വിജയം സിദ്ധിക്കാൻ സാധിക്കുന്ന നമ്പർ 7 ആണ്, ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വിൽ പവർ അനുസരിച്ച് കണ്ടില്ല, ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു ആയുധം പോലും ഇല്ലാതെ നിങ്ങൾക്ക് കുതിരവണ്ടി ഓടിക്കാൻ സാധിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുന്നു. കാരണം എന്താണ്? വിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് മെന്റലി സ്ട്രോങ് ആവാൻ കഴിയുന്നു നിങ്ങൾക്ക്. നമ്മൾ സ്പിരിച്വൽ വേയിലൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെന്റലി സ്ട്രോങ് ആവാനുള്ള ഒരുപാട് സാധ്യതകൾ വരും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി സ്ട്രോങ് മാത്രമല്ല, ഫിസിക്കലി സ്ട്രോങ് ആവാനുള്ള കഴിവുണ്ടാവുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച്, ആവശ്യമില്ലാത്തതായിട്ട് നമുക്ക് മറ്റു പേടികളൊന്നും വരുന്നില്ല. അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന നിങ്ങൾക്ക് ഇനി പേടി അനുഭവിക്കേണ്ട, അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്നുള്ള പേടി നിങ്ങൾക്കില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രീ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ വിക്ടറിയുടേതായ ഒരു സമയം, ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാഹനം വാങ്ങിക്കാനും, അതുപോലെ തന്നെ ലൈസൻസ് ഒക്കെ കിട്ടാനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അതുമല്ല, റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ചാരിയട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് വിജയത്തിലേക്ക് പോകാനുള്ള എനർജിയാണ്. യാത്രകൾ, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല യാത്രകൾ നടത്തുന്ന, യാത്രകളിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നു നിങ്ങൾക്ക്. അതുവഴി നിങ്ങൾക്ക് ആഗ്രഹിച്ച പല കാര്യങ്ങളെയും ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ എക്സാമിനേഷനൊക്കെ എഴുതിയിട്ട് റിസൾട്ട് നോക്കിയിരിക്കുന്നവർക്ക് നല്ലൊരു സക്സസ് വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇവിടെ കേട്ടോ. അതുപോലെ ലൈസൻസിന് നോക്കിയിരിക്കുന്നവർക്ക്. അപ്പൊ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന വിക്ടറി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. യാത്രകൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവാം. നിങ്ങൾ സന്തോഷകരമായിട്ട് ആരെങ്കിലും ഒക്കെ കൂടെ വന്നിട്ട് യാത്ര ചെയ്യുന്ന എനർജി ആവാം. അതുമല്ല എങ്കിൽ യാത്രകളിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവണം അത് നേടണമെന്ന്. എവിടെയെങ്കിലും യാത്ര പോയിട്ട് അത് നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവർക്കാണ് തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഒരുപാട് ദൈവികമായ ഭക്തി ഉള്ളവരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ക്ഷേത്രത്തിലേക്കായിരിക്കാം യാത്ര പോകുന്നത്. അതുപോലെ ഏതെങ്കിലും കാര്യത്തിനായിട്ട് നിങ്ങളിവിടെ യാത്ര പോകുന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ ദൈവാനുഗ്രഹം കിട്ടുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം അടുത്തത് എന്താണെന്ന്. ഇവിടെ നൈറ്റ് ഓഫ് ഫയറിന്റെ എനർജിയാണ്. ഫയർ എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജി കണ്ടില്ല. ഇവിടെ നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആവേശത്തോടു കൂടി നിങ്ങളിലേക്ക് എന്തോ വരുന്നുണ്ട്. വളരെയധികം കോൺഫിഡന്റ് ആവാൻ സാധിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെയധികം കോൺഫിഡന്റ് ആവാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് അത്യാവശ്യമായ എന്തോ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങളൊരു വിജയിയായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു എനർജി വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ കാത്തിരുന്നതാവാം.
അതുപോലെ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആരോ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു മെസ്സേജ്, കോൾ ഒക്കെ വരാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ കോൺഫിഡൻ്റ് ആവാൻ, കൂടുതലായിട്ടും കോൺഫിഡൻ്റ് ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇവിടെ പാഷനേറ്റ്, ആവേശം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് അവിടെ ഒരു സക്സസ് നേടാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ദൂരദേശത്തു നിന്നും ആരുടെയെങ്കിലും സന്തോഷ വാർത്ത കേൾക്കാനായിരിക്കും, ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു സന്തോഷ വാർത്ത കേൾക്കാൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളിൽ നിന്നും ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കുക, അതുമല്ല എങ്കിൽ ചിലപ്പോൾ സന്തോഷ വാർത്ത കേൾക്കാനുള്ള എനർജി ആവണം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അത് വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ പേജ് ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ ആരോ നിങ്ങളോട് ലവ് പ്രപ്പോസ് ചെയ്യുന്ന എനർജിയാണ്. ഒരുപാട് ഇൻറ്റ്യൂട്ടീവ് ആണ്. കാരണം എന്താണ് പറയേണ്ടത്, കുറച്ച് നാൾ കൊണ്ടേ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. അതിനുള്ള കൃത്യമായ ഒരു സമയം കണ്ടെത്തി, അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ഥലം കണ്ടെത്തി അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവരെയും കുറെ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികൾ ഉണ്ടാവാം നിങ്ങളോട്. ഇവിടെ കപ്പ് എനർജി അല്ലേ, കപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ടർ സൈൻ, കപ്പ് വാട്ടർ സൈൻ ആണ്. അപ്പോൾ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയപരം, ഇമോഷൻസിന് കൂടുതലായിട്ട് പ്രാധാന്യം ഉണ്ട്. അപ്പോൾ ഇവിടെ തുറന്ന ഹൃദയത്തോടുകൂടി നിങ്ങളോട് ആരോ എന്തോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ നിങ്ങളോടത് ചിലപ്പോൾ നിങ്ങളോട് പ്രണയമുള്ള ഏതെങ്കിലും വ്യക്തികളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അത് നിങ്ങളോട് ഈ ഒരു സമയത്ത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് മറ്റു പല തരത്തിലുള്ള അവസരങ്ങൾ വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജോലിക്കാര്യങ്ങളിലാവാം, ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കുന്നതാവാം, ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളും വിവാഹം നടക്കുന്നതിൻ്റെയും ആവാം. അത്തരത്തിലുള്ള ചില എനർജീസ് നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഇതുവരെ നിങ്ങൾക്ക് തുറന്നു പറയാതിരുന്ന ചില കാര്യങ്ങൾ ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോടത് പറയുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് മാനസികമായ സന്തോഷം ലഭിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ വേൾഡ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ പഴയ ചില കാര്യങ്ങൾ, പഴയ കാര്യങ്ങളെ ഒക്കെ എന്താണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടോ നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് തുടക്കം കുറിക്കുന്നു. മനസ്സിലായി, അവിടെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കംപ്ലീഷൻ നടക്കുന്നു, പല കാര്യങ്ങളുടെയും കംപ്ലീഷൻ നടക്കുന്നു, പല കാര്യങ്ങളെയും നിങ്ങൾ എൻഡ് ആക്കിയിട്ട് മറ്റൊരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ നീക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളെ തരുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ഇവിടെ വിദേശത്ത് പോകുന്നതായിരിക്കാം, ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഫാമിലി സഹിതം വിദേശത്ത് പോകാം. അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് നോക്കിയിരുന്നവർക്ക് ഈ ഒരു സമയത്ത് ഇത് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പല രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളിലേക്ക്, അന്യരാജ്യങ്ങളിലേക്കുള്ള ഒരു പലായനം, ഒരു യാത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ യാത്രകളിൽ ഒരുപാട് സന്തോഷം അനുഭവിക്കുക, സന്തുഷ്ടി അനുഭവിക്കുക, അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംതൃപ്തി നേടാനും പുതിയ ചില ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനും പുതിയ തരത്തിലുള്ള മറ്റൊരു തരത്തിലെ ജീവിതത്തിലേക്ക് നീങ്ങാനുമുള്ള അവസരം നിങ്ങൾക്ക് ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആരെങ്കിലും ഒക്കെ വിദേശത്ത് പോകാൻ നോക്കിയിരിക്കുന്നവർക്ക്, മറ്റു അന്യരാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ പഠിക്കണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ആഗ്രഹം സഫലീകരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയവും ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പേജ് ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സോഡ്, എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സത്യസന്ധമായ രീതിയിൽ
മുന്നോട്ട് പോകാൻ ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള സമയമായിരിക്കുന്നു. ഒരു ബുദ്ധിപരമായി നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ ആലോചിച്ചുറപ്പിച്ച് വെച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ യാത്രകളായിരിക്കാം, ഫ്ലൈറ്റ് യാത്രയാവാം, ചിലപ്പോൾ മറ്റ് ചില കാര്യങ്ങൾ പഠിക്കാനുള്ളതായ, ചിലപ്പോൾ ചില ജോലി കാര്യങ്ങളിലേക്ക് പുതിയതായിട്ട് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. മറ്റു പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുന്ന എനർജി ആവാം. മനസ്സിലായി? നിങ്ങളെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആരും നിങ്ങളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്ന എനർജി. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കിങ്ങിന്റെ ഒരു എനർജി വരുന്നുണ്ട്. ഒരു പേജ് എന്ന് പറയുമ്പോൾ കറേജ് ആവുന്നുണ്ട്. കൂടുതലായിട്ട് എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് മുൻപോട്ട് കടക്കാൻ സാധിക്കുന്നു. പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ നീതിയുക്തമായ തീരുമാനം ഉറപ്പാക്കാൻ സാധിക്കുന്നു. അടിയുറച്ച് വിശ്വസിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും അതിൽ തന്നെ നിലനിൽപ്പിന് വേണ്ടി മറ്റ് ആൾക്കാരെ നിങ്ങൾ സമീപിക്കുന്നതായിട്ടും അല്ല എങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് ലഭിച്ചിട്ട് നിങ്ങളവിടെ നിലകൊള്ളുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങൾക്ക് നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് മനസ്സുകൊണ്ടൊരു ധൈര്യം ഒന്നിനും കിട്ടിയിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം, എനിക്കത് നേടണം എന്നൊക്കെ നല്ലതുപോലെ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കാൻ സാധിക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കുന്നു. മറ്റുള്ളവരുടെ ബഹുമാനത്തിന് അല്ലെങ്കിൽ ആദരവിന് പാത്രമാകാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്കായാലും നിങ്ങൾക്ക് പഠിക്കുന്നത് ജോലിക്കൊക്കെ നിങ്ങളിവിടെ തീരുമാനമെടുത്തിരിക്കുന്നു. പുതിയൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് സാധ്യമാകുന്നു. ഇപ്പോഴത്തെ ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. ഇവിടെ കാണുന്ന 8 ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത്. അതായത് 8 ഓഫ് സോഡിന്റെ എനർജിയാണ്. 8 ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു എനർജിയിൽ അകപ്പെട്ടിരിക്കുക. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവാം. 8 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളൊരു വലയത്തിനുള്ളിലായി ഒരു ബന്ധനത്തിലായി ഇരിക്കുന്നു, മറ്റുള്ളവരുടേതായ ഒരു ബന്ധനം. ഇനി അതുമല്ല മറ്റുള്ളവർ സൃഷ്ടിച്ച ബന്ധനം, അതുമല്ല എങ്കിൽ നിങ്ങൾ സ്വയം സൃഷ്ടിച്ച ബന്ധനം. കാരണം ഞാനൊരു പരാജയമാണ്, എനിക്കിവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊരു തോന്നലോടുകൂടി നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തന്നെ കെട്ടിമുറുക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥ. മറ്റാരെങ്കിലും തന്നെ എന്തെങ്കിലും നിങ്ങളിൽ വരുത്തി വെച്ചാലും നമ്മൾ വിചാരിക്കാമെങ്കിൽ കുറേയൊക്കെ നമുക്കതിനെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരാൻ പറ്റും. പിന്നെ അതിനുപരിയായിട്ട് നിങ്ങൾ കൂടി സ്വയം അത്തരത്തിലൊരു ബന്ധനം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാലോ അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാകും. ഏതൊരു കാര്യത്തിലും എനിക്ക് നന്നാവണം എന്ന് ഞാൻ വിചാരിച്ചാലേ സാധിക്കൂ, നിങ്ങൾക്ക് നന്നാവണം നിങ്ങൾ വിചാരിച്ചാലേ അത് സാധിക്കൂ. മറ്റുള്ളവർക്ക് ആർക്കും നിങ്ങളെ നന്നാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. എനിക്കിവിടെ നിന്നും രക്ഷപ്പെടണം, എനിക്ക് ഈ ഒരു സ്വഭാവം പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കൂട്ടുകെട്ട് വേണ്ട, അതുമല്ല എങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഈ സ്വഭാവം വേണ്ട, ഞാൻ ഏതെങ്കിലും സ്വഭാവത്തിൽ ചിലപ്പോൾ അഡിക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ പുകവലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിലപ്പോൾ സ്വഭാവം ഉണ്ടാകും, മദ്യപാനമാകാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഒരുപാട് കള്ളം പറയുന്ന നുണ പറയുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മോഷണ സ്വഭാവം ഉണ്ടായിരിക്കും. ഏതൊരു സ്വഭാവത്തിൽ നിങ്ങളിപ്പോൾ അഡിക്റ്റ് ആയിട്ടിരിക്കുന്നു, ആ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ നിങ്ങൾ സ്വയം വിചാരിക്കണം. ഒരു അഡിക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു അഡിക്ഷൻ എന്ന് പറയുമ്പോൾ സ്വയം അഡിക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളാണ് വിചാരിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിന്റെ സക്സസ് അതിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്, എൻ്റെ സക്സസിന്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് എന്ന് നമുക്ക് സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. സ്വയം വിചാരിക്കണം, മനസ്സിലായോ? സ്വയം വിചാരിക്കണം. അതിനായിട്ട് നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കുക തന്നെ വേണം. കാരണം സ്വയം നന്നാവണം. നിങ്ങൾ നന്നാവാൻ വേണ്ടിയല്ലേ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുന്നത്. അപ്പോൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരികയാണ് വേണ്ടത്. അതിന് നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് സ്വയം ഒരു വിനയാവരുത് നിങ്ങളുടെ ബുദ്ധി.
മനസ്സിലായോ? അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏത് പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ചിലപ്പോൾ ചില കർമാസൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ തന്നെയും അവിടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. മുന്നോട്ട് വന്നാൽ മതി. കർമ്മയാണെങ്കിൽ ചില കർമ്മ അനുഭവിക്കണമെന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് അത് എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് വരാവുന്നതാണ്, രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് കൂടെ യൂണിക്കോണിന്റെ കാർഡ്സ് എടുക്കാവേ. സെലിബ്രേഷൻ, ആക്ഷൻ, നമുക്കിവിടെ പറയുന്നത് മാജിക്കാണ്. മേക്ക് എ വിഷ്. ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്. ബിലീവ് ഓൺ മിറക്കിൾ. നിങ്ങൾ വിശ്വസിക്കുക. മാജിക് സറൗണ്ട്സ് യു. മനസ്സിലായോ? നിങ്ങളുടെ ചുറ്റുമുണ്ട് മാജിക്ക്. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്കിതിൽ നിന്നും പുറത്തേക്ക് വരണം, ഒരു മാജിക് എൻ്റെ ജീവിതത്തിൽ നടക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് മുന്നോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മാജിക്കലി നിങ്ങൾ മുന്നോട്ട് വരും, സക്സസിലേക്ക് വരും. മനസ്സിലായോ? അതൊരു മാജിക്കായിട്ട് മാറും നിങ്ങളുടെ ജീവിത വിജയം എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സ്ട്രെങ്ത് ആണ് പറയുന്നത്. ദിസ് ചലഞ്ച് വിൽ മേക്ക് യു സ്ട്രോങ്. ഇപ്പൊ എത്രമാത്രം ചലഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നോട്ടെ, ഒരുപാട് ചലഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഇവിടെ 8 ഓഫ് സോഡിന്റെ അവസ്ഥ വന്നു. കാരണം സ്വയം ബന്ധനത്തിലാക്കി. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നു, മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ചിനെ നിങ്ങൾ നേരിടുകയാണ്. അപ്പൊ ഇത്രമാത്രം ചലഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും അത് നിങ്ങളെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. കാരണം എന്താണ്, ആ അനുഭവം നിങ്ങൾക്കൊരു പാഠം തരികയാണ്. മനസ്സിലായി? അനുഭവങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ വരും. പക്ഷെ ഇവിടെ നിന്നും പാഠം പഠിക്കണം. ബുദ്ധിയുള്ളവർ അവിടെ നിന്നും പാഠം പഠിക്കും. ഇല്ലാത്തവരോ വീണ്ടും അധോഗതിയിലേക്ക് പോവുകയുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ പോകാൻ പാടില്ല. നിങ്ങൾ മുന്നോട്ട് വരേണ്ടവരാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത്. സെലിബ്രേഷനാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമാവുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്നത്. നൗ ഈസ് ദ പെർഫെക്റ്റ് ടൈം ടു ആക്ട്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഒരു സമയമാണ്, ആക്ട് ചെയ്യാനുള്ള നല്ല സമയമാണ്, ആക്ഷൻ എടുക്കാനുള്ള നല്ല സമയമാണ്. അപ്പൊ ഇപ്പോഴൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങളുടേത്. അപ്പൊ നിങ്ങളുടെ ഏതൊരു കാര്യത്തിലും പരാജയമാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ വരിക തന്നെ വേണം. കണ്ടില്ലേ, ഇവിടെ കുതിച്ചുയരണം നിങ്ങൾ മുന്നോട്ട്. അതാണ് പറയുന്നത്. അപ്പോൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോകാൻ പാടില്ല. നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെയും ഇവിടെ സഫലമായി കിട്ടും. നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ഔട്ട്കം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും, സഫലീകൃതമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകൂ. നിങ്ങൾ ചലഞ്ചസിനെ നേരിട്ട് മുന്നോട്ട് വരൂ. കൂടുതൽ സ്ട്രോങ്ങർ ആവാൻ, അല്ലെങ്കിൽ സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കൂ. അവിടെ നിങ്ങൾക്ക് സെലിബ്രേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ സെലിബ്രേഷൻ ഉള്ള സമയമുണ്ട് എന്ന് കാണുന്നുണ്ട്. പൊതുവേ തന്നെ ഏതെങ്കിലും കാര്യത്തിൽ ആക്ഷൻ എടുത്ത് മടി പിടിച്ചിരിക്കാതെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കൂ എന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ എന്താണ് ഇന്നത്തെ ഭാഗ്യം, ഇനി ഏത് കാര്യത്തിലാണ് വരുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ബൂട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇൻക്രീസ് യുവർ എഫേർട്സ് ഇഫ് യു വാണ്ട് ടു അച്ചീവ് യുവർ ഗോൾസ്. കണ്ടില്ലേ, നിങ്ങളുടെ എഫേർട്സിനെ ഇൻക്രീസ് ചെയ്യൂ. നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് നവംബർ മന്ത് കഴിഞ്ഞു പോയി. ഇനി നവംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇവിടെ ലെഗാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പിംഗ് ഇൻ ടു എ ന്യൂ എക്സ്പീരിയൻസ്. പുതിയൊരു പരീക്ഷണത്തിലേക്ക്, പുതിയൊരു അതിജീവതയിലേക്ക് നിങ്ങൾക്ക് കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ പുതിയൊരു പരീക്ഷണത്തിലേക്ക്, പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാലെടുത്ത് വയ്ക്കാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾ സെലിബ്രേഷൻ കൊണ്ടുവരണം, സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുങ്ങിക്കോളൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. യൂണിക്കോൺ ആണ്. യൂസ് യുവർ ഇൻഡ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ചസ്. കണ്ടില്ല, നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഉപയോഗിക്കുക, എന്നിട്ട് പ്രയോജനകരമായ ഒരുപാട് മാറ്റങ്ങളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളത്. സക്സസ്സിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉപയോഗിക്കുക, നിങ്ങളുടെ ഉൾവിളികളെ ഉപയോഗിക്കുക. നിങ്ങൾ ബാഹ്യമായ ലോകത്തല്ല നിങ്ങളുടേതായ കാര്യങ്ങളെ തിരയേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ തിരയൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. റീത്ത് വന്നിരിക്കുന്നത് സോറോ ഓവർ എ ലോസ്. എന്തെങ്കിലും ഒരു നഷ്ടത്തിന് ചിലപ്പോൾ ദുഃഖം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ ഇന്ന് കണ്ടേക്കും. ചിലപ്പോൾ ചില നിസ്സാര കാര്യങ്ങളിൽ ചിലപ്പോൾ ദുഃഖമുണ്ടാകാം. ഇൻക്രീസ് യുവർ എഫേർട്സ് ഇഫ് യു വാണ്ട് ടു അച്ചീവ് യുവർ ഗോൾസ്. കണ്ടില്ലേ, നിങ്ങൾക്ക് എന്ത് ഗോളാണോ നേടിയെടുക്കേണ്ടത് അവിടെ നിങ്ങളുടെ എഫേർട്സിനെ ഇൻക്രീസ് ചെയ്യൂ, നിങ്ങൾ പ്രയത്നിക്കൂ എന്നാണ് പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്യൂ, എഫേർട്ട് എടുക്കൂ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇന്ന് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായ എനർജിയിൽ നിലനിൽക്കാൻ സാധിക്കും. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.